അമേരിക്ക തിരിച്ചയക്കുന്ന 205 ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാർ രാവിലെ 9 മണിയോടെ തിരിച്ചെത്തും. അമൃത്സർ വിമാനത്താവളത്തിൽ എത്തുന്നവർക്കായി പ്രത്യേക കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. അർജുൻ പീതാംബരന്റെ വിശദാംശങ്ങൾ നൽകും. അർജുൻ, ഗുഡ് മോർണിംഗ്. എപ്പോഴത്തേക്കാണ് അവർ എത്തിച്ചേരുക? ഈ കൗണ്ടറുകൾ സജ്ജമാക്കിയിരിക്കുന്നത് എന്തൊക്കെ സഹായങ്ങൾ ഇവർക്ക് നൽകാൻ വേണ്ടിയാണ്? വിശദാംശങ്ങൾ എന്താണ് അർജുൻ? മോത്തി, ഇന്ത്യക്കാരിൽ കൂടുതൽ ആളുകളും പഞ്ചാബിൽ നിന്നുള്ളവരാണ്. പിന്നെ ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ഉള്ളവരാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനും ബന്ധുക്കളുമായിട്ടെല്ലാം തന്നെ ആശയവിനിമയം നടത്താനും വേണ്ടിയിട്ടുമാണ് ഈ കൗണ്ടറുകൾ നിലവിൽ അമൃത്സർ വിമാനത്താവളത്തിൽ തന്നെ നിലവിൽ സെറ്റ് ചെയ്യുന്നത്. ഭഗവത് മാൻ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടിയായിരിക്കും ഈ 205 യാത്രക്കാരെയും വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ വ്യോമസേനാ വിമാനം C-17 ഗ്ലോബ് മാസ്റ്റർ അമൃത്സറിൽ ഇറങ്ങുന്നത്. അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നുള്ള കാര്യം പഞ്ചാബ് സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ അവരെല്ലാവരും ഹാൻഡ് കഫ്ഡ് ആയിട്ടാണ്, അവരുടെ കൈകൾ കെട്ടിയിട്ടാണ് വിമാനത്തിലുള്ളത്. അവരെ അങ്ങനെ തന്നെ ആയിരിക്കും, ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും കൊണ്ടുവരിക. കാരണം നാട് കടത്തുകയാണ്. അനധികൃതമായിട്ട് അവിടെ കുടിയേറിയത് കൊണ്ടും കൃത്യമായിട്ടുള്ള രേഖകളില്ലാത്തത് കൊണ്ടും ആ രീതിയിലാണ് അവരെ കൊണ്ടുവരിക. നിലവിൽ അമൃത്സറിൽ എത്തിയാൽ തന്നെ അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും, അതായത് സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഒരുക്കിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ എന്തായാലും പഞ്ചാബ് സർക്കാരും അറിയിക്കുന്നത്. ഇവരെ തിരിച്ചെത്തുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയവും അമേരിക്കയും സഹകരിച്ചുകൊണ്ട് നടത്തിയ നടപടിയായിരുന്നു. ആ നടപടിയുടെ ആദ്യ ഭാഗമായിട്ടാണ് ഈ ആദ്യ വിമാനം എത്തുന്നത്. 205 യാത്രക്കാരുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മറ്റു വിമാനങ്ങളും എത്തും. ഏകദേശം 3000-ഓളം ആളുകളെ ആദ്യ പടിയിൽ തന്നെ അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. 18,000 ആളുകളുടെ 18,000 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ലിസ്റ്റ് ഇന്ത്യയും അമേരിക്കയും ചേർന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവരെ ഘട്ടം ഘട്ടമായി തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അതിലെ ആദ്യ പടിയെന്നോളം ആദ്യ വിമാനമാണ് രാവിലെ 9 മണിയോടെ എത്താൻ പോകുന്നത്. എത്തിക്കഴിഞ്ഞാൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഇവർക്ക് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള, കുടുംബവുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളടക്കം നിലവിൽ കൗണ്ടറുകൾ സെറ്റ് ചെയ്ത് ഒരുക്കിയിട്ടുണ്ട്.